സംസ്ഥാന ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന് എന്താ കൊമ്പുണ്ടോ എന്ന ചോദ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. കേരളത്തിന്റെ തെരുവുകളിൽ എയർ ഹോൺ അടിച്ച് ചീറിപ്പാഞ്ഞു വരുന്ന ഒരുപാട് വാഹനങ്ങൾ നമ്മൾ കാണാറുണ്ട്. എയർ ഹോൺ അലോസരപ്പെടുത്തുന്നു എന്നതും സത്യമാണ്. പക്ഷേ ഗണേഷ് കുമാർ ഒരു പൊതുവേദിയിൽ പ്രഖ്യാപിച്ചത് എയർ ഹോണുകൾ പിടിച്ചെടുത്ത് റോഡിൽ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും മുമ്പാകെ പ്രദർശിപ്പിച്ച റോഡ് റോളർ ഉപയോഗിച്ച് നശിപ്പിക്കണമെന്നാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തനിക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുന്നത് നമ്മൾ കാണാറുണ്ട്. സമാന മനസ്സ് തന്നെയാണോ KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന പഴയ മാടമ്പി മന്ത്രിക്കുള്ളത് എന്ന ചോദ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. മിസ്റ്റർ ഗണേഷ് കുമാർ എയർ ഹോൺ അടിച്ച് ചീറിപ്പായുന്ന വാഹനങ്ങളെ റോട്ടിൽ അനുവദിക്കണമെന്ന് ഒരാളും ഇവിടെ പറയുന്നില്ല. പക്ഷേ ആ വാഹനങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ എയർ ഹോണുകൾ എവിടെ നിന്ന് ലഭിച്ചു എന്നാണ് താങ്കൾ കണ്ടെത്തേണ്ടത്. അത്തരം എയർ ഹോണുകൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണം. അത് കേരളത്തിലേക്ക് എത്തിക്കുന്ന കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിക്കണം. നികുതി അവരിൽ നിന്നും നികുതി ഈടാക്കി ആ എയർ ഹോണുകൾ വാഹന ഉടമകൾ വാങ്ങി തങ്ങളുടെ വാഹനത്തിൽ ഫിറ്റ് ചെയ്താൽ അവരെ പിടികൂടി പിഴിഞ്ഞ ഫൈൻ ഈടാക്കി ഇത്തരത്തിൽ ഓണുകൾ പിടിച്ചെടുക്കുന്നതല്ല ഒരു ജനാധിപത്യത്തിന് ഭൂഷണമെന്ന് ഗണേഷ് കുമാർ മനസ്സിലാക്കണം. ഗണേഷ് കുമാർ കൊട്ടാരക്കരയിലെ പഴയ മാടമ്പിയെല്ലാം ആയിരിക്കാം, പക്ഷെ ആ കാലമെല്ലാം പോയി മിസ്റ്റർ ഗണേഷ് കുമാർ. ഇപ്പോൾ ആ കാലമല്ല, ജനാധിപത്യത്തിന്റെ കാലമാണ്. രാജഭരണമാണെന്ന് കരുതി താങ്കൾ അധികം അഹങ്കരിക്കരുത്. പത്തനാപുരത്തെ ജനങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധത്തിന്റെ പരിണിത ഫലമാണ് താങ്കൾക്ക് കിട്ടിയ ഈ മന്ത്രിസ്ഥാനം. 2.5 വർഷക്കാലം ആന്റണി രാജു കൈകാര്യം ചെയ്ത് വീണ്ടും 2.5 വർഷക്കാലമാണ് താങ്കൾക്ക് മന്ത്രിസ്ഥാനം നൽകിയത്. ആജീവനാന്ത കാലം താങ്കളല്ല ഗതാഗത വകുപ്പ് മന്ത്രി എന്ന് താങ്കൾ മനസ്സിലാക്കണം. ഈ ഗണേഷ് കുമാർ ആരാണെന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം? ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം എതിരാണ്. KSRTCയിലല്ല, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ, കേരളത്തിന്റെ വ്യവസായശാലകളിൽ, കേരളത്തിന്റെ അസംഘടിത മേഖലയിൽ, സംഘടിത മേഖലയിലെല്ലാം തൊഴിൽ സംഘടനകളുണ്ട്. കോൺഗ്രസിന്റെ പോഷക സംഘടനയായ കോൺഗ്രസ് അനുകൂല സംഘടനയായ INTUC ഉണ്ട്, CITU ഉണ്ട്, AITUC ഉണ്ട്, BMS ഉണ്ട്, INLC ഉണ്ട്. ഇത്തരത്തിൽ നിരവധിയായ തൊഴിലാളി സംഘടനകൾ കേരളത്തിലുണ്ട്. ഈ തൊഴിലാളി സംഘടനകളൊക്കെ ഈ ഗണേശ് മന്ത്രിക്ക് പുച്ഛമാണ്. മാടമ്പിക്ക് അത് വലിയ പുച്ഛമാണ്. ഇതൊന്നും നടക്കില്ല. ഇത്തരത്തിൽ തൊഴിലാളികളുടെയും തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളുടെയും വോട്ട് കൊണ്ടാണ് താങ്കൾ അധികാരത്തിൽ വന്നത് എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയും വിവേകവും താങ്കൾക്ക് വേണം. താങ്കൾ കരുതും താങ്കൾ ഒരു മിടുക്കനാണെന്ന്. PR വർക്ക് കൊണ്ട് 4 യൂട്യൂബ് ചാനലുകളെ വാടകയ്ക്കെടുത്ത് അവർക്ക് പണം നൽകി അവരെ കൊണ്ട് പൊലിപ്പിച്ച് വാർത്ത ചെയ്യിപ്പിച്ചതൊന്നും ഈ ഗതാഗത വകുപ്പിന് മേൽ വീണ കരുനിഴൽ മായ്ക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഗണേഷ് കുമാർ തിരിച്ചറിയണം. ഗണേഷ് കുമാറിനേക്കാൾ ഇവിടെ ഒരുപാട് പ്രമുഖർ കൈകാര്യം ചെയ്ത വകുപ്പാണ്. ആ വകുപ്പിനെ ഇത്രത്തോളം ഇന്ന് കടത്തിൽ നിന്ന് കടത്തിലേക്ക് കൂപ്പുകുത്തുന്ന കേരളത്തിന്റെ ഗതാഗത വകുപ്പിനെ രക്ഷിച്ചെടുക്കാൻ താങ്കൾക്ക് വല്ലതും ചെയ്യാൻ കഴിഞ്ഞാൽ താങ്കളുടെ നിലപാടുകൾക്ക് കേരളം കൈയടിക്കും. അതിൽ കോൺഗ്രസുകാരനും BJP-കാരനും CPM-കാരനും മുസ്ലിം ലീഗുകാരനും കേരള കോൺഗ്രസുകാരനും കോൺഗ്രസ് അസുകാരനും NCP-കാരനും എല്ലാം കൈയടിക്കും. പക്ഷേ താങ്കൾ ഒരു മന്ത്രിയാണെന്ന് കരുതി തൊഴിലാളികളെ അടിമകളാക്കി നിർത്തി അങ്ങ് വകുപ്പ് ഭരിച്ചു കളയാമെന്ന് കരുതിയാൽ താങ്കൾക്ക് തെറ്റി. ഇത് കേരളമാണ്, ജനാധിപത്യ കേരളമാണ്. SRCP-യുടെ പട്ടാളത്തെ വാരിക്കുന്നം കൊണ്ട് നേരിട്ട വിപ്ലവ പോരാട്ടത്തിന്റെ കഥകൾ താങ്കൾ ഓർത്താൽ മതി. ഇവിടെ ഒരുപാട് പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്. അത്തരം സമര പോരാട്ടങ്ങളുടെ, തൊഴിലാളി സമരങ്ങളുടെ, തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ, എണ്ണമറ്റ പോരാട്ടങ്ങളുടെ ചരിത്രം പേറുന്ന മണ്ണാണ് കേരളമെന്ന് താങ്കൾ ഓർക്കുന്നത് നല്ലതാണ്.